നമസ്തേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടി കേട്ടിട്ട് കാര്യങ്ങളൊന്ന് വിലയിരുത്തും. കാര്യം എന്താണെന്ന് ദേ പറയാം. നാഥുറാം ഗോഡ്സെയെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടി വന്ന ജഡ്ജിയുടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് അവ. നാഥുറാം ഗോഡ്സെ കേസ് കേൾക്കുകയും നാഥുറാം ഗോഡ്സെക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് GD ഗോസ്ല അഥവാ ഗോപാൽ ദാസ് ഗോസ്ല. ഗോഡ്സെയെ തൂക്കിലേറ്റതിനു ശേഷം ജഡ്ജി തന്റെ ദി മർഡർ ഓഫ് മഹാത്മാ ആൻഡ് അതർ കേസസ് ഫ്രം എ ജഡ്ജസ് ഡയറി എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 305, 306 ഇങ്ങനെ പറയുന്നു. കോടതിയിൽ 5 മണിക്കൂർ നീണ്ട പ്രസ്താവനയിലാണ് ഗോഡ്സെ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അത് 90 പേജുകളായി അവതരിപ്പിക്കുകയായിരുന്നു. 5 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചു. ഗോഡ്സെ പ്രസംഗം നിർത്തിയപ്പോൾ ശ്രോതാക്കളെല്ലാം സ്തംഭിച്ചു. അസ്വസ്ഥരായി. ഒരു നിശബ്ദത. അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ സ്ത്രീകളുടെ കണ്ണുകളെല്ലാം ഈറനണിഞ്ഞു. പുരുഷന്മാരുടെയും കണ്ണു നിറഞ്ഞു. തൂവാല തിരയുകയായിരുന്നു ഓരോരുത്തരും. അന്ന് കോടതിയിൽ ഹാജരായ ആളുകളെ ഉൾപ്പെടുത്തി ഒരു ജൂറി രൂപീകരിക്കുകയും ഗോഡ്സെയുടെ കാര്യത്തിൽ വിധി പറയാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എങ്കിൽ അവർ ഗോഡ്സെയെ നിരപരാധി എന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പ്രഖ്യാപിക്കുമായിരുന്നു എന്നതിൽ തനിക്ക് യാതൊരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സെയുടെ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ നൽകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ കോൺഗ്രസ് സർക്കാരിൻ്റെയും നെഹ്റു ഭരണകൂടത്തിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ അതിന് നിർബന്ധിതനാകുകയായിരുന്നു. ഗോഡ്സെയ്ക്ക് വധശിക്ഷ വിധിച്ചതിലൂടെ ഞാൻ ചെയ്ത പാപം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ യമരാജന്റെ ഭയങ്കരമായ ഒരു ശിക്ഷ എന്നെ കാത്തിരിക്കുന്നു. ഒരു നിരപരാധിയെയും വലിയ ദേശസ്നേഹിയെയും ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. അതിനായി ദൈവം എന്നോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. സനാതന മതത്തിന്റെ എല്ലാ അനുയായികളും ഇന്ത്യയിലെ സനാതന ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചും ഇരുണ്ട പ്രവർത്തികളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക തന്നെ വേണം. എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രത്യേക അജണ്ട എന്താണ് എന്ന് നിങ്ങൾ അറിയുക. കഴിഞ്ഞ 65 വർഷമായി സനാതന ഹിന്ദുക്കൾക്ക് വേണ്ടി കോൺഗ്രസ് ഒരു പണി പോലും ചെയ്തിട്ടില്ല. ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 നടപ്പാക്കി, അതും മുസ്ലിങ്ങൾക്ക് വേണ്ടി. ന്യൂനപക്ഷ ബില്ലുണ്ടാക്കി, അതും മുസ്ലിങ്ങൾക്ക് വേണ്ടി. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കൊണ്ടുവന്നു, ആർക്കു വേണ്ടി? ഇസ്ലാമിന് വേണ്ടി. ന്യൂനപക്ഷ മന്ത്രാലയം രൂപീകരിച്ചു, ആർക്കു വേണ്ടി? മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി. വഖഫ് ബോർഡ് രൂപീകരിച്ചു, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി തട്ടിയെടുത്ത ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി, അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. ന്യൂനപക്ഷ സർവകലാശാല സൃഷ്ടിച്ചു, മുസ്ലിങ്ങൾക്ക് മാത്രം. ഭാരതം വിഭജിക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. മുസ്ലിംകൾക്കായി ഉണ്ടാക്കിയ ആരാധനാലയ നിയമം, മുസ്ലിങ്ങളുടെ മദ്രസകൾ നടത്താൻ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പണം തട്ടിയെടുക്കാൻ നിയമമുണ്ടാക്കി. മുസ്ലിങ്ങൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് സർക്കാർ സബ്സിഡി നൽകാൻ നിയമമുണ്ടാക്കി. മുസ്ലിങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച വർഗീയ കലാപ വിരുദ്ധ ബില്ല്. എന്നാൽ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ അനുവദിക്കാത്തത് അന്നത്തെ BJPയുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് മാത്രം. ഈ ബിൽ പാസ്സായാൽ മുസ്ലിം കലാപങ്ങൾക്ക് എതിരായി നടപടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വീണ്ടും ഈ ബിൽ പാസ്സാക്കാനാണ് കോൺഗ്രസ് വീണ്ടും കൊണ്ടുവന്നത്. നിശബ്ദമായി രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. കോൺഗ്രസുകാർക്കും ഹിന്ദുക്കൾക്കും സംവരണത്തിന്റെ ആക്രോശം നൽകിയാൽ മതി. ഹിന്ദു സമൂഹം എപ്പോഴും ചിതറിക്കിടക്കും, പരസ്പരം പോരടിക്കും. കൂടാതെ ഗസ്വാ-ഇ ഹിന്ദ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവാചക യുദ്ധമാണ്. ഒരു ദിവസം തങ്ങളുടെ മുജാഹിദുകൾ ഇന്ത്യ കീഴടക്കുമെന്നും എല്ലാ വിഗ്രഹ ആരാധകരും കീഴടങ്ങും എന്നും പ്രവാചകൻ മുഹമ്മദ് നബി അതിൽ പ്രവചിച്ചിരുന്നു. ഹിന്ദുക്കളുടെ ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഗൂഢാലോചന ഇപ്പോഴെങ്കിലും കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.